വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും. ഇതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്, പൊതുസമ്മേളനങ്ങളിൽ ആവേശത്തോടെ പ്രസംഗിക്കുന്നത്. എല്ലാവരും കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്നാൽ മഞ്ചേശ്വരത്തെക്കുറിച്ച് ചോദിച്ചാൽ അപ്പോൾ അദ്ദേഹം തപ്പിത്തടിയും ഓടി ഒളിക്കും. ഇന്നും അത് സംഭവിച്ചു. വാർത്താ സമ്മേളനത്തിൽ കാണാം നമുക്ക് വി.ഡി. സതീശന്റെ ആ ഒളിച്ചോട്ടം. അല്ലേ, നമ്മളൊരു തീരുമാനം അന്ന് എടുത്തിട്ടുണ്ടല്ലോ, ആ തീരുമാനം നിലനിൽക്കുമല്ലേ, പിന്നെ എന്താ പ്രശ്നം? അപ്പൊ എന്നെ എല്ലാവരും പറയണ്ടല്ലോ, എല്ലാ സംഘടനകളും സമുദായ സംഘടനകളും മറ്റവരും അവരൊന്നും ഞങ്ങളുടെ പാർട്ടിയെ പറയില്ല, UDF-നെ പറയില്ല, കോൺഗ്രസിനെ പറയില്ല, എന്നെ മാത്രമേ പറയില്ല. അത് പറഞ്ഞോട്ടെ, അത് പറഞ്ഞോട്ടെ. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, രഹസ്യമായി ഒരു അജണ്ട ഉണ്ടാക്കുന്നു, പരസ്യമായി തള്ളി പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. അത് ഒരു രഹസ്യ അജണ്ടയിലെ UDF തീരുമാനമല്ലേ ഞാൻ പ്രഖ്യാപിച്ചത്. UDF നിങ്ങൾ കുഞ്ഞാലൂർ സാഹിബിനോട് ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഡ്രാഫ്റ്റ് ചെയ്തത് ആ സ്റ്റേറ്റ്മെന്റ്. വികസനം ഇതേപോലുള്ള വർഗീയവാദി സംഘടനകളുടെ വോട്ടൊന്നും ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ഇത് വളരെ ജനറൽ ആയിട്ട് UDF-ന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തും ഒരു തീരുമാനം പറഞ്ഞാണ്. ഞാനൊരു തീരുമാനം പറഞ്ഞാൽ പിന്നെ പറവൂരിന് ബാധകമാണ്. ഇവിടെ എനിക്കെതിരെ SDPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്, അതറിയോ? ഫൈറ്റ് ചെയ്ത് വരുന്നതാണ്. ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളെങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കണ്ട, അങ്ങനെയൊന്നും അല്ലല്ല, അതൊന്നും ചോദിക്കണ്ട. നിങ്ങൾ കുത്തിത്തിരിപ്പായിട്ട് ചോദ്യം ചോദിക്കണ്ട, വേണ്ടതേ വേണ്ട, അങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കണ്ട. ജനറൽ ആയിട്ടുള്ള UDF-ന്റെ തീരുമാനം പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ഓരോ സ്ഥലത്തും ചോദിക്കുന്നത്, പിന്നെ എറണാകുളത്ത് എന്തായിരിക്കും, തൃപ്പൂണിത്തുറയിൽ എന്തായിരിക്കും? മഞ്ചേശ്വരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. UDF ഒരു നിലപാടെടുത്തിട്ടുണ്ട്, അത് വർഗീയ ശക്തികളോട് സന്ധി ചെയ്യില്ല എന്നാണ്. അത് UDF-ന്റെ തീരുമാനമാണ്. ആ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഓരോ കക്ഷിയെക്കുറിച്ചും പ്രത്യേകം ചോദിക്കുകയോ മറുപടി പറയുകയോ വേണ്ട. ഇതാണ് വി.ഡി. സതീശൻ പറയുന്നത്. എന്ന് വെച്ചാൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, നോമിനേഷൻ കൊടുത്തിരുന്നു. പക്ഷേ അവസാനം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? UDF-ന്റെ സമ്മർദ്ദത്തെ തുടർന്ന്. UDF-ന്റെ വോട്ട് ഭിന്നിപ്പിക്കും SDPI മത്സരിച്ചാൽ, അതുകൊണ്ട് SDPI സ്ഥാനാർത്ഥി പിൻവാങ്ങണം എന്നാവശ്യപ്പെടുകയും SDPIക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ആ സമ്മർദ്ദത്തിന് SDPI വഴങ്ങുകയും ചെയ്തു. ആരാണ് സമ്മർദ്ദം ചെലുത്തിയത്? UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണ്. ഞങ്ങൾക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. എന്നാൽ അങ്ങനെ പെട്ടെന്ന് ഒഴിയാൻ കഴിയില്ല. UDF എന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിലെ രണ്ട് പ്രധാന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. കോൺഗ്രസ് അറിയാതെ മുസ്ലിം ലീഗ് അത്തരമൊരു തീരുമാനമെടുക്കുമോ? എടുക്കില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. എന്ന് വെച്ചാൽ SDPIയുമായി ആർക്കാണ് ബന്ധം? UDF-നാണ് ബന്ധം. UDF-ലെ പ്രധാന ഘടകകക്ഷിക്കാണ് ബന്ധം. എനിക്ക് ബന്ധമില്ല, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സത്യത്തിൽ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്, വി.ഡി. സതീശനും നന്നായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വിലപ്പോകുന്നില്ല. ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വി.ഡി. സതീശന്. അതാണ് നാം കണ്ടത്.